ഹലോ മൈ ഡിയർ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടാരോട്ട് മിത്ര. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് ഞാനിവിടെ നിങ്ങൾക്ക് തരുന്നത് സ്വിച്ച് വേർഡും അതേപോലെ തന്നെ മന്ത്രയാണ് തരുന്നത്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, അതായത് റിലേഷൻഷിപ്പും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നടക്കാനും വേണ്ടിയിട്ടുള്ള മന്ത്രയും സ്വിച്ച് വേർഡുമാണ് ഇവിടെ നിന്ന് തരാൻ വേണ്ടി പോകുന്നത്. സോ എങ്ങനെയാണ് മന്ത്രം യൂസ് ചെയ്യേണ്ടത്, സ്വിച്ച് വേർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏതെല്ലാം കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യും എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക. കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം എങ്ങനെ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവത്തില്ല. സോ നിങ്ങൾ മുഴുവനായിട്ട് ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോ കാണുക. അതേപോലെ തന്നെ ഈ വീഡിയോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഇവിടെ ഫസ്റ്റ് പറയാൻ പോകുന്നത് സ്വിച്ച് വേർഡാണ്. സ്വിച്ച് വേർഡ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു വേർഡ് അല്ലെങ്കിൽ ഒരു വാക്യത്തെയാണ് നമ്മൾ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ചെറിയ വേർഡിനുള്ളിൽ തന്നെ അതിൻ്റെ ആയിട്ടുള്ള പവർഫുള്ളായിട്ട് എലമെൻറ്റ്സ് അതിനകത്ത് ഹൈഡായിട്ടിരിക്കുന്നുണ്ട്. സോ ആ ഒരു ചെറിയൊരു വേർഡാ അല്ലെങ്കിൽ ചെറിയൊരു വാക്കാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ പരിഗണിക്കാതിരിക്കരുത്. പക്ഷേ ഇത് വളരെയധികം പവർഫുള്ളായിട്ട് ഒന്നാണ്. സോ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളെയും ലക്ഷ്യങ്ങളെയും അതേപോലെ നിങ്ങളുടെ എനർജിയൊക്കെ തന്നെ വളരെയധികം ഹൈ ലെവൽ ഓഫ് ഫ്രീക്വൻസിയിലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. സോ ഇതിനുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം എന്ന് വെച്ചാൽ നിങ്ങളുടെ കറണ്ട് റിലേഷൻഷിപ്പായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് റീകൺസിലേഷൻ വേണം, മാരേജ് വേണം, തേർഡ് പാർട്ടി റിമൂവ് ചെയ്യണം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരണം, ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാവുന്നതാണ്. സോ സ്വിച്ച് വേർഡ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഡെയിലി ഒരു 21 ടൈംസ് സ്വിച്ച് വേർഡ് പറയുക. ഇപ്പോൾ 21 ടൈം നിങ്ങൾ കൗണ്ട് ചെയ്ത് പറയണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് പറഞ്ഞങ്ങ് പോയാൽ മതി. നിങ്ങൾക്ക് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നത് ആ ഒരു ടൈം സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ കൗണ്ട് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. കാരണം കൗണ്ട് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾ ഈ സ്വിച്ച് വേർഡിൽ പറയുന്നതിൽ നിങ്ങളുടെ ഫോക്കസ് നിൽക്കാതിരിക്കും, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് 21 ടൈംസ് റിപ്പീറ്റ്ലി ഒരു സ്വിച്ച് വേർഡ് പറയുക. സോ സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത്, ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ കാമായിട്ടൊരു പ്ലേസ് ഇരിക്കുക. മറ്റാരും നിങ്ങൾ ശല്യം ചെയ്യാൻ പാടില്ല, മറ്റാരുടെയും പ്രസൻസ് ആ സമയത്ത് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ദേഷ്യപ്പെട്ടോ സങ്കടപ്പെട്ടോ ഇമോഷണലായിട്ടിരിക്കുന്ന സമയത്തൊന്നും നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി മാത്രം ഈ ഒരു കാര്യം ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ, നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ, എന്നെ വിളിക്കുമോ, അതിനായിട്ടുള്ള ഒരുമിക്കുമോ, അവർക്ക് എനിക്കിനി വീണ്ടും അവരെ കാണാൻ സാധിക്കും, ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സോ ഒരു സംശയവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അങ്ങനെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡേ ബൈ ഡേ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് ചേഞ്ച് വരുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഞാൻ കൊടുത്തിരിക്കുന്ന സ്വിച്ച് വേർഡ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്കിൽ എഴുതി എടുക്കുകയും ചെയ്യാം. സോ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ബ്രിങ് ഡിവൈൻ ലവ് നൗ. ഓക്കെ, ഈ 4 വേർഡ്സാണുള്ളത്. ബ്രിങ് ഡിവൈൻ ലവ് നൗ. ഓക്കെ, ഈ കാര്യം പറയുന്ന സമയത്ത്, സ്വിച്ച് വേർഡ് പറയുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർക്കാം. അവരുടെ നല്ലൊരു ഇമേജ് ഉണ്ടെങ്കിൽ, അവർ ചിരിക്കുന്നൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വാൾപേപ്പറിലോ അല്ലെങ്കിൽ ഫോണിൽ എടുത്ത് വെച്ച ശേഷം അത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ 21 ടൈംസ് പറയാം. നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ ഇപ്പം പറ്റുന്നൊരു കാര്യം ഇത് ചെയ്യാം. ഇല്ലാത്തൊരുക്കാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ മുഖം നിങ്ങളുടെ ഫേസിൽ ഓർത്താലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഓർത്താലും മതി. ഓക്കെ, എങ്ങനെയാണെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, സോ സെക്കൻഡ് വണ്ണാണ് മന്ത്ര. സോ ഈ മന്ത്രയും കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രണയത്തിൽ തടസ്സങ്ങൾ നീക്കുകയും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു എനർജി ഹൈ വൈബ്രേഷനിലാക്കുകയും നിങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ നടത്താനും, അതേപോലെ തന്നെ ഈ ഒരു മന്ത്രയും കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുകളുണ്ടെങ്കിലോ ദോഷങ്ങളുണ്ടെങ്കിലോ മറ്റ് വ്യക്തികളെയൊക്കെ സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പേഴ്സണിൻ്റെയോ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പേഴ്സണുള്ള ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഈ ഒരു മാരേജ് അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് അവരെയൊക്കെ സമ്മതം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നടത്താനും വേണ്ടിയിട്ട്, അവരുടെ ബ്ലെസ്സിങ്ങോടുകൂടി തന്നെ നിങ്ങൾക്ക് ഒരുമിക്കാൻ വേണ്ടിയിട്ടും ആ കാര്യങ്ങളൊക്കെ പോസിബിളാവാൻ വേണ്ടിയിട്ടും ഈ ഒരു മന്ത്രം യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്നേഹം, സമാധാനം, കെയറിങ്ങും അതേപോലെ നിങ്ങൾക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച്ഡ് ആയിട്ടും നിങ്ങളുടെ പ്രണയത്തിൽ അത്രയേറെ തീവ്രമായൊരു പ്രണയത്തിൻ്റെ ഒരു ഫീലിങ്ങിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സമാധാനത്തോടെ കൊണ്ടുപോകാനും വളരെയധികം യൂസ്ഫുള്ളാണ് ഈ ഒരു മന്ത്രം. ഓക്കെ, ഈ ഒരു മന്ത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കാമദേവനെ നമ്മുടെ ലൈഫിലേക്ക് വെൽക്കം ചെയ്യുന്ന ഒരു മന്ത്രയാണിത്. സോ നിങ്ങൾ ഒരിക്കലും ഈ ഒരു മന്ത്രയെ നെഗറ്റീവായിട്ട് കാണാതിരിക്കുക. സോ ഈ മന്ത്രം നിങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ആ ഒരു ഡേ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഈ ഒരു മന്ത്രം പറയാൻ വേണ്ടി നോക്കാതെ നിങ്ങൾ രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷായ ശേഷം എന്നിട്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം പറയുക. ഓക്കെ, നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ നോൺ വെജ് കഴിക്കുക, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ നോൺ വെജ് കഴിക്കുന്നതിന് മുന്നേ ഉള്ള സമയത്ത് ഈ ഒരു മന്ത്രം
നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, ഈ ഒരു മന്ത്രയുടെ ഉച്ചാരണം ഇങ്ങനെയാണ്: ഓം ശ്രീം ഹ്രീം ക്ലീം കാമദേവായ നമഃ. സോ ഇങ്ങനെ വേണം നിങ്ങൾ ആ ഒരു മന്ത്രം പറയാൻ. ഉച്ചാരണത്തെ നിങ്ങൾക്ക് യാതൊരു രീതിയിലും തെറ്റ് വരുത്താൻ വേണ്ടി പാടില്ല. പൂർണ്ണമായിട്ട് വിശ്വാസത്തോടും ആരാധനയോടും ബഹുമാനത്തോടും ഇഷ്ടത്തോടും കൂടി വേണം നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലാൻ വേണ്ടിയിട്ടും. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു മന്ത്രം ചൊല്ലാം, അല്ലെന്നുണ്ടെങ്കിൽ സ്വിച്ച് വേർഡ് ചൂസ് ചെയ്യാം. സോ കുറച്ചും കൂടി പവർഫുള്ളായിട്ടുള്ളതാണ് മന്ത്രം എന്ന് പറയുന്നത്. ഈ ഒരു മന്ത്രയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പവർഫുൾ ഉണ്ട്. പക്ഷേ ഈ ഒരു മന്ത്രയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് 108 തവണ ഈ ഒരു മന്ത്രം ജപിക്കേണ്ടതാണ്. 108 തവണ കൂടാനും കുറയാനും വേണ്ടിയിട്ട് പാടില്ല. അപ്പം നിങ്ങൾ എങ്ങനെ 108 തവണ ഈ മന്ത്രം ചൊല്ലും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജപമാല വാങ്ങിക്കാം. ജപമാലയ്ക്കകത്ത് 108 മുത്തുകളുള്ള ജപമാല വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നതായിരിക്കും. ആ 108 മുത്തുകളുള്ള ജപമാല വാങ്ങിച്ചിട്ട് നിങ്ങളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഓരോ നമ്പരും ഓരോ മുത്തുമണികളും ഇങ്ങനെ മാറ്റി നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. സോ ഈ മന്ത്രം ചൊല്ലുന്നിട്ട് വളരെയധികം ഭക്തിയോടുകൂടി ആരാധനയോടുകൂടി ബഹുമാനത്തോടുകൂടി ഇത് ചൊല്ലാൻ വേണ്ടി നോക്കുക. കാരണം ഇത് കാമദേവനെ മന്ത്രയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ടും കാര്യങ്ങളും ഉറപ്പായിട്ടും നിങ്ങൾ ലൈഫിലേക്ക് വരും. സോ ഇതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക എന്നോട്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോക്കകത്തുള്ളത്. സോ സ്വിച്ച് മന്ത്രം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ അവർക്ക് അയച്ചു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.